അബ്ബാസിയയിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റ് മരിച്ച സംഭവം ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നാണ് സ്ഥിരീകരണം. ഭർത്താവ് കണ്ണൂർ മാന്തളം സ്വദേശി സൂരജ് ജോൺ, ഭാര്യ എറണാകുളം കീഴില്ലം സ്വദേശിനി ബിൻസി തോമസിനെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഫോറൻസിക് അന്വേഷണത്തിലെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിനെ ആസ്പദമാക്കി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും ഫോൺ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷമാണ് സൂരജും ബിൻസിയും വിവാഹിതരായതെന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. സൂരജിന്റെ കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനവും കഴിഞ്ഞ് ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. കാമുകനെ തനിക്കൊപ്പം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ബിൻസി താല്പര്യമെടുത്ത് BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത്. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് ബിൻസി വിവാഹം കഴിക്കുകയായിരുന്നു. ഇതിനിടയിൽ 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അതിന്റെ മുന്നോടിയായി തങ്ങളുടെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴില്ലത്തെ ബിൻസിയുടെ വീട്ടിലാക്കിയത്. 4 ദിവസം മുൻപ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം സജ്ജമാക്കിയായിരുന്നു. എന്നും പരസ്പരം വഴക്കിട്ട ദമ്പതികൾ അവസാനം മരണത്തിൽ കലാശിക്കുകയായിരുന്നു. ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. സൂരജ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലും ബിൻസി ഡിഫൻസിലും സ്റ്റാഫ് നഴ്സായിരുന്നു. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ളവരായിരുന്നു ഇവരുടെ കുടുംബം. ആ അവസ്ഥയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ പ്രയത്ന ഫലമായിട്ടായിരുന്നു. പക്ഷെ സൂരജിന്റെ ഒരൊറ്റ ദിവസത്തെ അക്ഷമയും വിവേകമില്ലായ്മയും കാരണം അതെല്ലാം അസ്തമിച്ചു. സ്വന്തം മക്കളെ അനാഥരാക്കി ആ കുടുംബവും. വ്യാഴാഴ്ച സംഭവശേഷം ആദ്യം പുറത്തുവന്ന വാർത്തകൾ ദമ്പതികൾ പരസ്പരം കുത്തേറ്റ് മരിച്ചു എന്നായിരുന്നു. ആദ്യം അകത്തു കയറിയ പോലീസും സഹായികളും അവിടെ കണ്ട ചില സാഹചര്യങ്ങൾ കണ്ട് പ്രാഥമികമായി നൽകിയ സൂചനകളെ അടിസ്ഥാനമാക്കിയാണ് അത്തരമൊരു നിഗമനം പ്രചരിക്കപ്പെട്ടത്. ദേശീയ മാധ്യമങ്ങളടക്കം ആ നിലയ്ക്കാണ് ആദ്യ വാർത്തകൾ പുറത്തുവിട്ടത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ വാർത്ത തിരുത്തപ്പെടുകയും ചെയ്തു.